Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? ഹാപ്പി സൺഡേ. ഇന്ന് നല്ല തണുപ്പുള്ള രാവിലെയാണ്, അതുകൊണ്ട് തന്നെ എണീക്കാൻ ഒരു മൂടുമില്ല. എനിവേസ്, അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ലേസി ചിൽ കൈൻഡ് ഓഫ് സൺഡേ. But yeah, I thought I'll take you along. So welcome to a Sunday vlog and welcome to a day in my life. Welcome to my channel. I want picky. I want pizza. Pizza no. Good morning. ലിജോ കുത്തി പൊക്കായിരുന്നു. ലിജോ എന്നെ വീഡിയോയിലിടല്ലേ? ഇത് ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഡേ ഇൻ മൈ ലൈഫ് സൺഡേ. Day in my life. ഇതിന്റെ സാൻഡ്വിച്ച് എല്ലാം കാണിക്കണ്ടേ? ഓക്കെ, ഫോളോ ചെയ്യുന്നുണ്ട്. That is following you. മാറ്റെന്ന് പറയാനായിട്ട് ഇതിനെന്താ ബുദ്ധിയുണ്ടോ? എൻ്റെ സെൽഫ് ട്രാക്കിംഗ് ട്രൈപോഡ് ലിജോനെ ഫോളോ ചെയ്യുന്ന ലിജോയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അതിനെ എങ്ങനെയും എൻ്റെ അടുത്ത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന പ്രഹസനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണെങ്കിൽ വരികയും വേണ്ട, നമ്മൾ അടുത്തൊക്കെ പോയിട്ട് മാത്രമേ അത് നമ്മളെ ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രഹസനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൈനലി അതിതാ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പക്ഷേ കോമഡി ആട്ടോ, സംഭവം അടിപൊളിയാണ്. നമ്മളപ്പോൾ നടക്കുമ്പോഴൊക്കെ അത് നമ്മളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ലിജോയുടെ വകയാണ്. ലിജോ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളൊരു പുതിയ സാൻഡ്വിച്ചാണ്. ചോബാനി ബ്രെഡ് എന്താണ്ട് പറഞ്ഞിട്ട് ഒരു ബ്രെഡ് വെച്ചിട്ട്, സോ നല്ല തിക്കായിട്ടുള്ള ബ്രെഡും അത് നല്ല ക്രസ്റ്റി ഔട്ട്സൈഡും നല്ല സോഫ്റ്റ് ഇൻസൈഡും ഒക്കെ ആയിട്ട്. സോ അത് ചീസും ചിക്കനും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ചുമ്മാ സൂസ് ഷെഫായിട്ട് അടുത്ത് നിന്ന് കുറച്ച് മുട്ടയൊക്കെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുക. പിള്ളേർക്കാണെങ്കിൽ ചില്ലിയൊന്നും കഴിക്കാത്തതുകൊണ്ട് അവർക്ക് ജസ്റ്റ് മറ്റേ ഓംലെറ്റ് ഒക്കെ വെച്ചിട്ടാണ് അവരുടെ സാൻഡ്വിച്ച്. പക്ഷേ ഇതേ ബ്രെഡ് വെച്ചിട്ട് ഇതാണ് ബ്രെഡ്. സംഭവം അടിപൊളിയാട്ടോ. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്ത് നന്നായിട്ട് വരും. ചെറുതിന് വരാൻ എനിക്ക് ഇത്ര വലുത് പറ്റിയില്ല. എനിക്ക് എന്റെ ടൂൾസ് വേണം. ടൂൾസോ? സർജറിയോ? ഈ ചീസ് കാണുമ്പോഴേ പണ്ട് ടോം ആൻഡ് ജെറിയിലെ മിനി മൗസിന്റെ ചീസ് ഓർമ്മ വരുന്നു. ഇത് ചെഡാറാ? നൈസ്. ഓക്കെ, ഇതാണ് നമ്മൾ യൂസ് ചെയ്ത ബ്രെഡ് ഷിബാറ്റ. ഇത് ഏത് ലാംഗ്വേജാന്ന് പോലും എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇത്ര നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായതല്ലേ, നല്ല പ്രോപ്പറായിട്ടുള്ളൊരു കാപ്പിയും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു കാപ്പിയും കൂടി ഇടുകയാണ് നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട്. രാവിലെ ഒരു കോഫി കുടിച്ചിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പം എനിക്ക് ഭയങ്കര ഈ പറയുന്ന തലവേദനയും ഒക്കെ ഒരു ഭയങ്കര ഒരു ലത്താർജിക് ഫീലാണ്. അങ്ങനെ ആർക്കെങ്കിലും വരാറുണ്ടോ? ഒരു മോർണിംഗ് ഒരു കോഫി എന്തൊക്കെ വന്നാലും കുടിച്ചേ പറ്റൂ. ഇപ്പോൾ ആ അവസ്ഥയായിരിക്കുകയാണ്. എനിവേസ്, നല്ല നെസ്കഫേ, നമ്മുടെ നാട്ടിലെ നെസ്കഫേ കോഫി വെച്ചിട്ടാണ് ഇന്നിപ്പോൾ കോഫി ഉണ്ടാക്കിയത്. സോ ദാറ്റ് ഈസ് ഓൾസോ റിയലി നൈസ്. ആൻഡ് ഇന്നത്തെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ചിക്കൻ സാൻഡ്വിച്ച്. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചോബാനി ബ്രെഡ്, അങ്ങനെ എന്താണ് പറയുന്നത്. ലിജോ എത്ര പറഞ്ഞിട്ട് എനിക്ക് തലയിൽ കയറുന്നില്ല. Yes. So yeah, so this is inside with chicken and cheese and chili flakes and everything. Can you hear that crunch? So bread nalla crusty, nalla crunchy bread ആയിട്ട് വരും. But inside is still very soft. So good.
പിള്ളേർ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ടേബിളിലൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ അവർക്ക് മതിയായപ്പോഴത്തേനും എന്തായി ഞാൻ അവരുടെ പുറത്ത് വന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. എനിക്കിഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ബാക്കിൽ നടന്ന് ഫുഡ് കൊടുക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം അതാ. ഇന്ന് പൊതുവേ ഭയങ്കര മഴയുള്ള ദിവസമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചൊന്ന് കാമായി സ്കൈ. അപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കുറച്ച് ഫ്രഷറൊക്കെ കൊണ്ട് പിള്ളേർ ഇതാ ബാക്ക് യാർഡിൽ കുറച്ച് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ മൂടില്ലായിരുന്നു. കുറേ നേരം ഒരു ടി വി ഒക്കെ കണ്ട് ചില്ലടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ. അപ്പോൾ അതാ നേരെ വന്ന് തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര നാടൻ ഫുഡ് കഴിക്കാൻ തോന്നി. അപ്പം എന്നാൽ പിന്നെ ഒരു കുറച്ച് ചോറും കറിയും വെക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കാണിക്കാം. നല്ല ചമ്മന്തി ആൻഡ് കുറച്ച് ഫ്രോസൺ ബീൻസ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒരു ബീൻസ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. നിങ്ങളൊക്കെ എങ്ങനെയാണ്? ഫ്രഷ് വെജിറ്റബിൾസിൻ്റെ ആൾക്കാരാണോ അതോ ഫ്രോസൺ വെജിറ്റബിൾസിൻ്റെ ആൾക്കാരാണോ? ഞാൻ പൊതുവേ ഫ്രോസൺ വെജിറ്റബിൾസ് ആണ് കേട്ടോ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ ഒരുപാട് അങ്ങനെ ഡെയിലി കുക്കിംഗ് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് ചീത്തയാകും. ഫ്രോസൺ ആണെങ്കിൽ അവിടെ കുറേ നാൾ ഇരിക്കുകയും ചെയ്തോളും. പിന്നെ നല്ല കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെയാണ് തരുന്നത്. സോ നമുക്ക് ഒട്ടും തന്നെ വലിയ പണിയില്ല. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മുരിങ്ങയ്ക്ക, കഴിഞ്ഞ വർഷത്തെ മുരിങ്ങയ്ക്ക ഇവിടെ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നത് ഇപ്പോൾ ഒന്ന് സ്റ്റീം ചെയ്ത് അതിൻ്റെ അകത്തെ സംഭവങ്ങളെടുത്ത് ഒരു മുരിങ്ങയ്ക്ക മെഴുക്ക് വരട്ടി പോലെ ഉണ്ടാക്കി. പിന്നെ അതാ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ ഊണെല്ലാം കഴിഞ്ഞു. നല്ല അടിപൊളി ഊണായിരുന്നു. ഈ നാടൻ ഊണ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഉണ്ടാക്കാത്തതാണ്. പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും എന്നാ ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. പക്ഷേ അതിൻ്റെ മെനക്കേട് ഓർത്ത് ഉണ്ടാക്കുന്നില്ല. ബട്ട് ഇന്ന് എനിവേസ് അധികം ടൈമൊന്നും എടുത്തില്ല. ബിക്കോസ് ഈ ഫ്രോസൺ വെജിറ്റബിൾസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടും പിന്നെ ഞാൻ ഒന്നും കട്ട് ചെയ്തില്ല. ആണിയൻസ് ആണെങ്കിലും ജിഞ്ചർ ഗാർലിക് ഒന്നും കട്ട് ചെയ്തില്ല. എല്ലാം അതിൻ്റെ പൗഡേഴ്സൊക്കെ ഉപയോഗിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ട് ഇന്നൊരു ക്വിക്ക് ലഞ്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ ആളെൻ്റെ ബാക്ക് നടപ്പുണ്ട്. എവിടെ പോയാലും ഇങ്ങനെ കൂടെ നടക്കും. ഞാനിവരെ രണ്ടുപേരെയും വിളിക്കുന്നത് എൻ്റെ ടെയിലിൽ നിന്നാണ്. ഞാനിങ്ങനെ നടക്കുമ്പോഴത്തേനും ഇങ്ങനെ ഒരു വാലുപോലെ രണ്ടെണ്ണം കൂടെ ബാക്കിൽ കാണും. ഇപ്പൊ ചേട്ടനും ചേച്ചിയും കൂടെ ഇപ്പൊ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊതുവേ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ലേ, പൊതുവേ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു ഗസ്റ്റ് വരുമെന്ന് പറയുമ്പോഴത്തേനും അത്രയും നേരം ഇല്ലാത്തൊരു മൂഡ് എവിടെന്നേലും ഒക്കെ വന്നിട്ട് നമുക്ക് ഭയങ്കര റാപ്പിഡ് ക്ലീൻ ചെയ്യാൻ പറ്റും. സോ ഹോപ്പ്ഫുള്ളി ഐ ഗെറ്റ് ദാറ്റ് ഡൺ. ആ ഒരു എനർജിയിൽ അവർ വരുന്നതിന് മുമ്പ് ഈ വീട് വൃത്തിയാക്കട്ടെ. അപ്പോൾ ലെറ്റ് മീ സ്റ്റാർട്ട് ദാറ്റ്. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, പലപ്പോഴും നമുക്ക് ഒരു സാധനത്തിന് നമുക്ക് സമയമില്ല എന്ന് പറയും. പക്ഷെ സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. പക്ഷെ അപ്പോൾ സമയമില്ലാത്തതല്ല, നമുക്ക് ഒന്നെങ്കിൽ അത് പ്രയോറിറ്റി അല്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു മെൻ്റൽ എനർജി കാണില്ല അത് ചെയ്യാനായിട്ട്. കാരണം മെൻ്റൽ എനർജി ഉണ്ടെങ്കിൽ ഫിസിക്കൽ എനർജി എവിടുന്നെങ്കിലുമൊക്കെ നമ്മൾ അതുണ്ടാക്കും. സോ ഇത് നമ്മൾക്ക് എങ്ങനെ കോമ്പാക്ട് ചെയ്യാൻ പറ്റും? സോ ദ മെയിൻ തിങ് ഈസ് നമ്മുടെ പ്രയോറിറ്റി എന്താണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വീട് പെട്ടെന്ന് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും വരുന്നെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് വിളിച്ചാൽ മതി. All done. So that is a foolproof method, always works. അങ്ങനെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു. വൈകിട്ടായപ്പോഴത്തേനും മോന് അത്യാവശ്യം നല്ല വഴക്കൊക്കെ ആയിരുന്നേ. പിന്നെ അവൻ്റെ ബാക്കിലൊക്കെ നടന്ന് ഒരു വഴിയായി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഉറങ്ങി, ഞാനും ഉറങ്ങാൻ പോവാണ്. ആൻഡ് നാളെ മുതൽ വീണ്ടും ജോലി, സ്കൂള് ഒക്കെ ആയിട്ട് വീണ്ടും അടുത്ത വീക്ക് സ്റ്റാർട്ട് ചെയ്യാം. So yes, that's about for today. Thank you for watching. Bye bye.